കർത്താവ് സഹായിച്ചതിനായും സ്തോത്രം. ഈ സുവിശേഷമാണ് എന്നെ ഉയർത്തിയത്. ഈ പാസ്റ്ററോട് നിൽക്കുന്നതും എൻ്റെ ആണ് മോളും അവിടെ ആയിരിക്കുന്നതും എല്ലാം കർത്താവ് അധികമായി ദൈവം അവിടുന്ന് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഈ സുവിശേഷത്തിന് വേണ്ടി ഓടുന്ന, പാസ്റ്റർ പറഞ്ഞല്ലോ, വി എ തമ്പി പാസ്റ്ററിൻ്റെ ആ ഒരു അഭിഷേകം, ആ ഒരു സുവിശേഷത്തിന് വേണ്ടിയുള്ള ഓട്ടം, ആ സുവിശേഷത്തിന് വേണ്ടിയുള്ള ദാഹം കർത്താവിൻ്റെ മേൽ പകർന്നത് ആ വി എ തമ്പി പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയതാണ്. എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞില്ല. ഞാൻ പിള്ളേരോട് മാത്രം പറഞ്ഞു ഞാൻ പോവുക സ്നാനപ്പെടുന്ന. എൻ്റെ ഹസ്ബൻഡിന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ആ പാസ്റ്ററാണ്. ഞാൻ ആ സഭയിലെ ആദ്യത്തെ വ്യക്തിയാണ്. ഞാൻ പോയ സഭയിലെ ആദ്യത്തെ വ്യക്തി ഞാൻ മാത്രമായിരുന്നു. എൻ്റെ കൂടെ വേറെ 1-2 പേരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും ഇന്നിപ്പോൾ ആ ദൈവസന്നിധിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു സിസ്റ്റർ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്നവർ ഇന്ന് മരിച്ചുപോയി. വളരെ അസുഖമായി, വളരെ ഭാരപ്പെട്ട് പ്രയാസത്തിലായിരുന്നു. അവരുടെ കുഞ്ഞുങ്ങളും ദൈവസന്നിധിയിലില്ല. ദൈവസന്നിധിയിൽ കർത്താവിനോടൊപ്പം ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഇന്ന് അവരെ ഇല്ല. എൻ്റെ കൂടെ സുവിശേഷം പറയാൻ വന്ന 4-5 പേര് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെയും ഞാൻ പറയാമല്ലോ, അവർക്കും വളരെ പ്രയാസത്തോടെ. ഇപ്പം ഞാൻ മാത്രം, എൻ്റെ കൂടെ വേറെ സിസ്റ്ററും വരും, പക്ഷേ ഞാനത് വിളിക്കുമ്പോൾ മാത്രം അവർ ചിലപ്പോൾ വരും. ആ കൂട്ടത്തിൽ ഞാൻ മാത്രമായി സുവിശേഷം പറയുവാൻ വളരെ ദാഹത്തോടെ ഓടും. ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും, ഇന്നലെ പാസ്റ്റർ പറഞ്ഞു, ഒരു സുവിശേഷകന് വേറെ ഒരാളുടെ ആവശ്യമില്ല. 2 പേരായി പോകണം എന്ന് ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിലും ഞാൻ ആ ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിനെക്കുറിച്ച് പറയുവാൻ, ഇന്നും ലജ്ജയില്ലാതെ പറയുവാൻ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ ഒരാൾ വന്നാൽ പോലും ഞാൻ അവരോട് പറയുവാൻ, എത്ര ധനവാനായാലും എത്ര പാവപ്പെട്ടവരായാലും ഒന്നും ആരുടെ മുഖം നോക്കാതെ ഞാൻ അവരോട് സുവിശേഷം പറയുവാൻ, എൻ്റെ ഹൃദയം അതിനു വേണ്ടി ആണ് ദാഹിക്കുന്നത്. എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഒരിടത്ത് യാത്ര പോയാൽ പോലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഷോപ്പിങ്ങിന് പോകാനോ എൻ്റെ ബന്ധുക്കളെ കാണാനോ അല്ല. ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ദാഹമാണ്. എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ആ വചനം എൻ്റെ നാവിന്മേൽ എപ്പോഴും, എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും സംഗ്രഹിച്ച് കൊണ്ടാണ് ഞാനത് പോകുന്നത്. ദൈവം എല്ലായിടത്തും ധൈര്യത്തോടെ പോകുവാനും. അതുമാത്രമല്ല, ഞാൻ അവിടെ പോകുമ്പോൾ, യാത്രയിലായിരുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ കയ്യിൽ കുറേ ബാഗുണ്ട്. അറിയാമല്ലോ, പിള്ളേർക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട്, നമ്മുടെ ബാഗ് 3-4 ബാഗുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ ആ കയറിയ ബോഗിയിൽ നിറയെ, ഒരു ഫുൾ ബോഗി നിറയെ സത്യസായി ബാബ ഡിവോട്ടീസ്, അവരെ ആ ഭക്തന്മാരായിരുന്നു സത്യസായി ബാബ. അപ്പം അവരോടെല്ലാം എനിക്ക് സുവിശേഷം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. എൻ്റെ അടുത്തിരുന്നത് അലിൻഡിലെ MD വൈഫാണ്. എന്നുവെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഓഫീസിൻ്റെ അടുത്താണ്. അപ്പം ഞാൻ അംബിക നായർ എന്ന് പറയും. അവർ എൻ്റെ അടുത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ അടുത്തിരിക്കുന്നത് കർത്താവേ, അവരെ നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നത്, നമ്മളെ ദൈവം ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു കണക്ഷൻ, നമ്മളെ കണക്ട് ചെയ്യുന്ന ദൈവം അവിടെ നമ്മുടെ കൂടെ ഇരുത്താൻ കൊണ്ടുവരും. ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. അവരെ കാണാനായിട്ട് ആ ബോഗി നിറയെ, അവർ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാണ്. ആ സത്യസായി ബാബയുടെ അവരുടെ ഇതിൽ പോലും അവർ ചേച്ചി എന്ന് പറഞ്ഞു ഓരോരുത്തർ ആ ബോഗി നിറച്ച് അവരുടെ അടുത്തോട്ട് വരിക. അവരോടെല്ലാം ഞാൻ പറയാൻ മാത്രമല്ല, എല്ലാവർക്കും ട്രാക്റ്റ് കൊടുക്കാൻ പോലും ഞാൻ വളരെ വെമ്പൽ കൊണ്ട്, ഞാൻ ലജ്ജ കൂടാതെ പറയുവാൻ കർത്താവായി എനിക്ക് ആ ധൈര്യം കർത്താവ് എനിക്ക് തന്നു. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾക്ക് ആ ധൈര്യം കർത്താവ് തരും. നമ്മൾ ഒറ്റയ്ക്കാണെന്നോ ഒന്നുമല്ല, കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ടെന്നുള്ള ധൈര്യം, ആ ഉറപ്പെനിക്ക് എപ്പോഴും ഉണ്ട്. ഞാൻ ആദ്യകാലത്ത് എൻ്റെ വിശ്വാസത്തിൽ വന്നപ്പോൾ പോലും ഞാൻ RCCയെ പറ്റി കേട്ടു. RCCയിൽ ഇങ്ങനെ കുറച്ച് പേർക്ക് പോകാൻ പറ്റും. എന്തിനാണ്? കഞ്ഞിവെള്ളം കൊടുക്കുവാനുള്ള ഉദ്ദേശത്തോടെ ആണ് എല്ലാവരും വരുന്നതെങ്കിലും അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവിടെ പോകാൻ തിരക്കാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മറന്നുപോയാൽ എനിക്കന്ന് പോകാൻ പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയാണ്. പക്ഷേ അവിടെയെല്ലാം
ഞാൻ അതാ ഞാൻ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് പോലും അവർ വന്നവർ പോലും ഇപ്പോൾ പിന്മാറി. അവർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ വളരെ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴും കർത്താവ് എന്നെ ബലത്തോടെ ആരോഗ്യത്തോടെ ഇന്നും നടക്കുവാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ നമ്മൾക്ക് പല നിന്ദകളും വരും നമ്മുടെ ഭവനത്തിൽ ആയിരുന്നാലും, ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും, ചാർച്ചക്കാരുടെ ഇടയിലാണെങ്കിലും, നാട്ടുകാരുടെ ഇടയിലാണെങ്കിലും, നമ്മളുടെ അയൽക്കാരുടെ ഇടയിലാണെങ്കിൽ പോലും നമുക്ക് നിന്ദകൾ വരും. പക്ഷെ അതിനിടയിലും കർത്താവ് പറയുന്നത്, ഞാൻ നിന്ന എൻ്റെ മേൽ വീണു. ആ കർത്താവിൻ്റെ വചനം എന്നെ ഓരോന്നോരോന്ന് ഓർമ്മിപ്പിക്കും. ആ കർത്താവിനെ നമ്മൾ ഓർക്കും. ആ കർത്താവിനെ വഹിക്കുന്നവരായി നമ്മളാണെങ്കിൽ തീർച്ചയായും ആ ദൈവമേ നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരണം. എപ്പോഴും ഞാൻ ആ വചനം എൻ്റെ ജീവിതത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പോകുമ്പോൾ ആ ധൈര്യമാണ് നമുക്ക് തരുന്നത്, ആ ഉറപ്പാണ് നമുക്ക് തരുന്നത്. ഒരിക്കലും ഞാൻ സഭയോടും പറയുകയാണ്, ഞാൻ എൻ്റെ മേലുള്ളൊരു ദാഹം, എൻ്റെ മേലുള്ളൊരു പകർച്ച നിങ്ങളിലേക്ക് പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വന്ന. സഭയ്ക്കത് അനുഗ്രഹമാകണം, ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കത് അനുഗ്രഹമാകണം, ഓരോ കുടുംബങ്ങൾക്കും. ഞാൻ അത് മാത്രമല്ല, ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ തന്നെ എൻ്റെ ബാഗ്, ഞാൻ പറഞ്ഞാൽ 3-4 ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ പറയാതെ തന്നെ എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ തോളിൽ കിടക്കുക, ഞാൻ കയ്യിൽ 2-3 ബാഗും പിടിച്ചിട്ടുണ്ട്. ഞാൻ പറയാതെ തന്നെ അവർ എടുത്ത് ആ ട്രെയിനിൽ നിന്ന് വെളിയിലെടുത്ത് വെച്ചു. പലപ്പോഴും അങ്ങനൊരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാ പോകുമ്പോഴും ആളുകൾ എൻ്റെ കൂടെ ചുറ്റും ആരെങ്കിലും ഒരാൾ വന്നതിനടുത്ത് അതെടുത്തു വെക്കാൻ. അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെന്നല്ല, കൈവിടാത്ത ഉപേക്ഷിക്കാതെ ദൈവം ഹല്ലേലൂയ അവിടുന്ന് നല്ല സഖിയായി, അവിടുന്ന് തുണയായി, സഹായകനായി ആ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പം ഉണ്ട്. നമ്മൾ ഓരോരുത്തരും സഭയായി ഓർക്കുക. നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിവിടെ കളഞ്ഞു പോകുന്നവരായിട്ടല്ല, അത് ചെയ്യുന്നവരായി, അത് പ്രവർത്തിക്കുന്നവരായി തീരണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് സഭയായി നിങ്ങൾ ആ അനുഗ്രഹം പ്രാപിക്കണം. ആ സുവിശേഷത്തിന് വേണ്ടി ഓടണം. ഈ കാലഘട്ടത്തിൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് അലറുന്ന സിംഹം പോലെ നമ്മളുടെ കൂടെ ഉള്ള ഒരു പിശാചുണ്ട്. നിങ്ങൾ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. ഇപ്പോൾ കൊറോണ വന്നു, അന്ത്യനാളുകളായി കൊറോണ വന്നു, അല്ലെങ്കിൽ അത് 2 വർഷത്തോളം അത് നീണ്ടു വന്നു. ഇനിയും പല അനുഭവങ്ങളും നമ്മൾ ഇനി അനുഭവിക്കേണ്ടതായി, ഈ കടമ്പകൾ കടക്കേണ്ടതായിട്ട് ലോകത്തുണ്ട്. ഈ അവസാന നാളുകളിലും ആ പിശാചിൻ്റെ തന്ത്രങ്ങളെ അറിയുന്നവരായി മുന്നോട്ട് പോവുക. നമ്മൾ ആ കർത്താവിൻ്റെ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ആ ശത്രുവിനോട് പോരാടുവാൻ അവിടുന്ന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ആയുധവാഹികളായി ആ ഭാരം വഹിക്കുന്നവരായി. ഇന്നലെ പാസ്റ്റർ പറഞ്ഞു അവിടെ നമ്മൾ ആരായിരിക്കണം? നമ്മൾ ബർഡൻ ബെയറേഴ്സ്, നമ്മൾ ഭാരം വഹിക്കുന്നവരായി തീരണം. ഭാരം വഹിക്കുന്നവരായി തീർന്നെങ്കിൽ മാത്രമേ യേശുവിന് വേണ്ടി ഓടുവാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ മതിൽ കെട്ടാൻ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ദൈവത്തിൻ്റെ വചനമാണ്. എസെക്കിയേൽ 22:30 വാക്യം. മതിൽ കെട്ടേണ്ടതിന് ഞാൻ ഒരു പുരുഷനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നമ്മൾ ഓരോരുത്തരുമാണ് ആ പുരുഷൻ. നമ്മൾ ഓരോരുത്തരും ഇന്ന് സഭയായി ഇത് സമർപ്പിക്കുക. കർത്താവിന് വേണ്ടി ഓടുവാൻ, ലജ്ജ കൂടാതെ പറയുവാൻ, ഈ കർത്താവിൻ്റെ സുവിശേഷം, കർത്താവ് നമ്മളെ ഹല്ലേലൂയ ആ ക്രൂശിലൊഴുക്കിയ രക്തം, ആ മുൾക്കിരീടം വഹിച്ചത്, അടിയേറ്റത്, ആണിപ്പാടേറ്റത് നമ്മുടെ അസുഖങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ സാമ്പത്തികത്തിന് വേണ്ടി, നമ്മളുടെ ദാരിദ്ര്യത്തിന് വേണ്ടി, നമ്മളുടെ സമാധാനത്തിന് വേണ്ടിയാണെന്നുള്ളൊരു ഓർമ്മ നമ്മൾ ആ മനസ്സിൽ നമ്മൾ അത് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ ആ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. ഈ വചനത്തിൻ്റെ ഉറപ്പ് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു ആയുധവാഹികളായി നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുകയുള്ളൂ. ഈ ലോകത്തിൽ അനേക കഷ്ടങ്ങളുണ്ട്, പക്ഷേ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട് എന്ന് ഹല്ലേലൂയ ഓർക്കുക. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല. നിങ്ങൾ ഓർക്കുക, ഓരോ വചനവും ഹല്ലേലൂയ നമ്മൾക്കത് അനുഗ്രഹം, നമ്മൾക്കത് അവിടുന്ന് ധൈര്യമായി തീരട്ടെ, അത് ഉറപ്പായി തീരട്ടെ. ഈ കർത്താവിൻ്റെ വാക്ക് യേസ് എന്നെ ആമേനാണ്, ഊവെന്നും അത് ആമേനെന്നും അത്രേ.
ഇതൊന്നും നമ്മൾ വെറുതെ വായിക്കുന്നവരായിട്ടല്ല, നമ്മൾ ബൈബിൾ വായിക്കുന്നവരായി തീരുക. ഈ ബൈബിളാണ് നമുക്ക് ഉറപ്പും ധൈര്യവും തരുന്നത്. അല്ലാതെ നമ്മൾ ലോകക്കാരുടെ കാര്യം അന്വേഷിച്ചോ, അല്ലെങ്കിൽ അവരുടെ കാര്യം എന്താണ്, ഇവരുടെ കാര്യം എന്തായി, ഞാൻ ഒരിക്കലും എനിക്ക് ഒട്ടും സമയം കിട്ടത്തില്ല. കാരണം വീട്ടിലെ ജോലികളെല്ലാം, അതിനിടയ്ക്ക് പ്രാർത്ഥന, രാത്രിയിൽ വളരെ ക്ഷീണത്തോടുകൂടിയാണ് പ്രാർത്ഥിക്കാനിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിലൊരു ഭാരമുണ്ട്. കാവൽക്കാരാ, രാത്രി എന്തായി എന്ന് യെശയ്യാവിൽ 21 നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം എന്ന് ചോദിക്കുന്ന ഒരു വാക്യം. മതിൽ കെട്ടുവാനിടയിൽ നിൽക്കേണ്ടത് ഒരു പുരുഷനെ ഞാൻ അന്വേഷിച്ചു, കണ്ടില്ല താനും. കർത്താവ് നമ്മളെ വിളിച്ചു വേർതിരിച്ചു, കർത്താവിൻ്റെ മക്കളാക്കി. വി ആർ ദി ആൻസർ ഫോർ ദ ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ ആൻസറായി, ഉത്തരമായി തീരുക. കർത്താവിൻ്റെ ഉത്തരം നമ്മളാണ്. കർത്താവ് നമ്മളെ നോക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മൾ അവകാശികളും കൂട്ടവകാശികളുമാക്കി തീർത്ത ആ കർത്താവിൻ്റെ മക്കളെന്നുള്ള അവകാശം, ആ കൂട്ടവകാശം കർത്താവ് നമുക്ക് തന്നപ്പോൾ, കർത്താവിൻ്റെ ആ ഭാരം, ആ ലോകത്തിൻ്റെ ഭാരം നമ്മളുടെ മേൽ നമ്മൾ ഏറ്റെടുക്കാൻ കർത്താവ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ നമ്മളായിരിക്കുമ്പോൾ, അപ്പാ അവിടുന്ന് എനിക്ക് തരണം. നമ്മുടെ അടുത്ത് ആയിരുമ്പോൾ ഞാൻ ഇവിടെ RCC പോകുമ്പോഴും ഞാനവിടെ പോയാലും പാസ്റ്റർ ഓടി വരും, ഞാൻ കൊണ്ടുവിടാം. എൻ്റെ മനസ്സിൽ എനിക്ക് കൊണ്ടുവിടാൻ കാറിൽ യാത്ര ചെയ്യാനല്ല, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ യാത്ര ചെയ്യാനല്ല, ബസ്സിൽ പോയി എൻ്റെ അടുത്തിരിക്കുന്നവരോട്, ആ കഷ്ടം സമാധാനമില്ലാതെ അലയുന്നവരോട്, രോഗികളായിരിക്കുന്നവരോട്, ഹല്ലേലൂയ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരോട് സുവിശേഷം പറയണം. എൻ്റെ മനസ്സിൽ ഹല്ലേലൂയ ദാഹമാണ്. എനിക്ക് കാറിൽ പോകാനല്ല, എൻ്റെ ബസ്സിലടുത്ത് യാത്ര ചെയ്യുന്നവരെ എനിക്ക് കാണണം. കഴിഞ്ഞ സ്കൂൾ ഓഫ് ദ പ്രൊഫസർ തോമസ് ചാക്കോ പാസ്റ്റർ വന്നപ്പോഴും അതാണ് പറഞ്ഞത്. വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യണം, വല്ലപ്പോഴും ഒക്കെ നിങ്ങൾ ട്രെയിനിൽ യാത്ര ചെയ്യണം. എനിക്കൊരു കൺഫർമേഷൻ ആയിരുന്നു. എനിക്ക് എൻ്റെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം, ആ ബസ്സിൽ പോയി എനിക്ക് അടുത്തിരിക്കുന്നവരോട് പറയണം, ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവരോട് പറയണം, എൻ്റെ ഹോസ്പിറ്റലിൽ ഞാൻ പോകുന്ന വഴിയിൽ ഞാൻ പറയണം, ഞാൻ എവിടെ യാത്ര ചെയ്യുന്നുവോ എനിക്കവിടെ പറയണം. എൻ്റെ മനസ്സിൽ അത്രമാത്രം ആഗ്രഹമാണ്. ഹല്ലേലൂയ. ഹോസ്പിറ്റലിൽ എൻ്റെ കൂടെ നമ്മളെ പോലെ ഇൻഡിപെൻഡൻറ്റ് ചർച്ച് സ്വതന്ത്ര സഭയിൽ നിന്ന് വരുന്നവർ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവമക്കൾ എൻ്റെ കൂടെ കഞ്ഞിവെള്ളം കൊടുക്കാനുണ്ട്. പക്ഷെ അവരെല്ലാം 12 മണിയാകുമ്പോൾ പോകുമ്പോഴും ഞാൻ ഒറ്റയ്ക്ക് ഓരോരുത്തരുടെ സീറ്റിലടുത്ത് പോയി എന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ എന്താണോ അത് അവിടുന്ന് പകരുവാൻ, എൻ്റെ ടെസ്റ്റ് മണി പറയുവാനോ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ആ സദ്വർത്തമാനം ഘോഷിക്കുവാൻ കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ ആ കർത്താവിന് വേണ്ടി പറയുവാൻ ഞാൻ ആരെ അയക്കേണ്ടു എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, അടിയനിതാ എന്ന് സമർപ്പിക്കുവാൻ ഇന്ന് സഭ തയ്യാറാണോ? ഹല്ലേലൂയ. എത്ര പേരതിനു വേണ്ടി സമർപ്പിക്കും? ആ ഭാരം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? എൻ്റെ അടുത്ത് താമസിക്കുന്നവർ നശിച്ചു പോകരുത്, അവർ സമാധാനം അനുഭവിക്കണം. കോപവും കലഹവും വഴക്കും മദ്യപാനവും മയക്കുമരുന്നിനും അടിമപ്പെട്ട ലോകമാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്. നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുക്കളുടെ ഇടയിൽ, നമ്മുടെ ചാർച്ചക്കാരുടെ ഇടയിൽ, ഹല്ലേലൂയ, അവിടുന്ന് അവരോട് നമ്മൾ സുവിശേഷം പങ്കുവെക്കുവാൻ നമ്മളുടെ മനസ്സ്, നമ്മൾ കർത്താവിൻ്റെ വചനവുമായി പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കർത്താവ് നമ്മളുടെ കരം പിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധൈര്യം ദൈവം നമുക്ക് തരും. നമ്മൾ എന്താണ് പറയേണ്ടതെന്ന് കർത്താവ് നമ്മുടെ നാവിന്മേൽ തരും. ഹല്ലേലൂയ. അവര് നമുക്ക് പറയാനുള്ളത് കർത്താവ് നമ്മളോട്, ആ ജനങ്ങൾ നമ്മളോട് പറയാനുള്ളത് നമ്മുടെ അടുത്തോട്ട് ഓടി വരും. ഹല്ലേലൂയ. സ്വപ്നത്തിൽ കൂടെ എന്നെ കാണിച്ചിട്ടുണ്ട്, നീ എവിടെ പോകണം, പിറ്റേ ദിവസം ഞാൻ അവിടെ ആയിരിക്കും പോകുന്നത്. അങ്ങനെ വരെ ദൈവം അവിടുന്ന് എന്നോട് ഇടപെട്ടിട്ടുണ്ട്. കർത്താവ് സ്വപ്നങ്ങൾ കൂടെ ഇടപെട്ട് പോകേണ്ടടുത്ത് പോയി അവിടെ സുവിശേഷം പറഞ്ഞ് അവരുടെ അവസ്ഥകൾ അറിയുവാൻ കർത്താവ്, ഹല്ലേലൂയ, അവിടുന്ന് എന്നെ അയച്ചിട്ടുണ്ട് ആ സുവിശേഷം പങ്കുവെക്കുവാൻ. ഹല്ലേലൂയ. കർത്താവിൻ്റെ കൃപ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് സഭ അതുപോലെ പാസ്റ്ററിൻ്റെ കാര്യം ഞാൻ ഓടുന്നത് പോലെ ഈ പാസ്റ്റർ ഓടുവാൻ കർത്താവ്, എൻ്റെ മകളാണെങ്കിലും മകനാണെങ്കിലും അവിടുന്ന് കോളേജിൽ അവർ പഠിക്കുമ്പോഴും ആ ഫെലോഷിപ്പ് നടത്തുവാൻ കർത്താവ് അവരെ സഹായിച്ചു. ആ ഒരു ദൈവസ്നേഹം
ദൈവത്തിൻ്റെ സ്നേഹം അവരെ നിർബന്ധിച്ചെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് മാതാപിതാക്കളെ കണ്ടാണ് ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. അവരിൽ നിന്ന് ആ കുഞ്ഞുങ്ങളിലേക്ക് അത് പകരുന്നു. അത് ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ സമർപ്പിക്കും? ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് ആ പകർച്ച വേണം. എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ, കർത്താവിനെ കുറിച്ച് പറയുവാൻ, കർത്താവിനെ കുറിച്ച് ലജ്ജ കൂടാതെ പറയുവാൻ, ഒറ്റയ്ക്കാണെങ്കിലും ആ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവരായിരിക്കുന്ന സ്ഥാനത്ത്, അവർ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഹല്ലേലൂയ, അവരെവിടെയായിരുന്നാലും ഈ കർത്താവിനെ ഘോഷിക്കുവാൻ, കർത്താവ് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് ലോകം അറിയുവാൻ ഈ കുഞ്ഞുങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് പറയുവാൻ എത്ര പേര് സമർപ്പിക്കും സഭയായി? ഹല്ലേലൂയ. കോളേജിലായിരുന്നപ്പോഴും ഫെലോഷിപ്പ് നടത്തുവാൻ കർത്താവ് സഹായിച്ചു. തടസ്സങ്ങളിലെല്ലാം മാറി. ഹല്ലേലൂയ. പരീക്ഷയ്ക്ക് പഠിക്കുന്ന അതിൻ്റെ പിറ്റേ ദിവസം എക്സാം ആണെങ്കിൽ പോലും തലേദിവസം രാത്രി ഞാൻ ചെന്ന് നോക്കുമ്പോൾ ബൈബിളുമായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ തന്നെ പല പ്രാവശ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പിറ്റേന്ന് പരീക്ഷയ്ക്ക് രാവിലെ 10 മണിക്ക് പോകേണ്ട പരീക്ഷയുള്ള ആൾ അവിടുന്ന് ഫെലോഷിപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദൈവം നമ്മളിലുള്ള ആ ഒരു നമ്മളിലുള്ള ആ ഒരു അഭിഷേകം, നമ്മളിലുള്ള ദൈവത്തിൻ്റെ ആ ദൈവത്തോടുള്ള സ്നേഹം ആ കുഞ്ഞുങ്ങളും കർത്താവ് അവരും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുക. അത് ട്രാൻസ്ഫർ ചെയ്യുക, ആ അഭിഷേകം അവരിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യുന്നു. മകളും എറണാകുളത്ത് നല്ലൊരു കോളേജിലായിരുന്നു MBA പഠിച്ചത്. അവിടെയും അവൾ ഫെലോഷിപ്പ് നടത്തി. അവിടെയും അനേകരെ നേടുവാൻ, ലജ്ജ കൂടാതെ യേശുവിനെ കുറിച്ച് പറയുവാൻ, അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ അവിടുന്ന് ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാം ഈ 2 കുഞ്ഞുങ്ങളെയും കർത്താവ് സഹായിച്ചു. അവരുടെ വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒരുപാട് വിവാഹാലോചന വന്നു. മോളുടെ കാര്യം ഹല്ലേലൂയ, മോൻ്റെ വിവാഹമാണെങ്കിൽ 2 പേർക്കും ഒരുപാട് വിവാഹാലോചന വന്നു. പക്ഷെ ഒരാളെ മാത്രമേ കണ്ടുള്ളൂ. ദൈവത്തിൻ്റെ ഹല്ലേലൂയയോടുള്ള പ്രാർത്ഥിച്ചുകൊണ്ട് അവിശ്വാസികളോട് ഇണയില്ല, പിണകൂടരുത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നമ്മൾ വേറൊരു വിവാഹത്തിന് പോകുവാനല്ല കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ മക്കളും പ്രിയ മക്കളുമാണ് നമ്മൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നമ്മൾ ഹല്ലേലൂയ അത് സ്തോത്രമെന്നും ആമേനെന്നും നമ്മളത് മുറുകെ പിടിച്ചുകൊണ്ട് എത്രമാത്രം ആണെങ്കിലും, എത്രമാത്രം ഡിലേ ആണെങ്കിലും, ഇറ്റ് ഇസ് നോട്ട് ഡിനയൽ. നമ്മളെ തിരസ്കരിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക. നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും അനേകരുടെ അനുഭവങ്ങൾ നോക്കുമ്പോഴും നമ്മൾ ഹല്ലേലൂയ, അബ്രഹാം എത്ര നാൾ നിന്നു, ഹല്ലേലൂയ, ജോസഫ് വളരെ കഷ്ടങ്ങളിൽ കൂടെ പോയി, അതിലെല്ലാം അവിടെ പിടിച്ചു നിന്നുകൊണ്ടാണ് ആ ജോസഫിനെ പ്രധാനമന്ത്രിയാക്കിയത്. അബ്രഹാം ആ വാഗ്ദത്തം പ്രാപിച്ചത്, ഇസ്ഹാക്കിനെ തലമുറ ലഭിച്ചത്, അവിടെയെല്ലാം എത്രമാത്രം കാത്തിരുന്നു. അവർ ഏറ്റവും കൂടുതൽ അനുഗ്രഹമായി, ഏറ്റവും കൂടുതൽ ബൈബിൾ പോലും സ്ഥാനം പിടിക്കുവാൻ കർത്താവ് അവരെ ഇടയാക്കി. അതിൻ്റെ ഇടയിലും ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടുന്ന് അവർക്ക് ആ വാഗ്ദത്തം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവർക്ക് ആ വാഗ്ദത്തം നിവർത്തിച്ചെങ്കിൽ, നമ്മളുടെ ഇടയിലും ദൈവത്തിൻ്റെ വചനം അയച്ച കാര്യം നിവർത്തിക്കാതെ നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെയും സാധിപ്പിക്കുകയും അത് നിവർത്തിക്കാതെ നമ്മളിലേക്ക് അത് വെറുതെ മടങ്ങി വരികയില്ല. ഒരിക്കലും ഒന്ന് മടങ്ങി വരത്തില്ല എന്നുള്ള ഉറപ്പ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഉറക്കം വരുമ്പോഴും നമ്മൾ അതിനുവേണ്ടി കർത്താവേ നീ എനിക്ക് കൃപ തരണം, നീ എനിക്ക് കൃപ തരണം, അവിടുന്ന് മുന്നോട്ട് പോകുവാൻ പല പ്രാവശ്യം ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം നിർബന്ധിക്കും. നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എത്ര പേർ സമർപ്പിക്കും? ഈ ദേശം ഹല്ലേലൂയ അനേക പ്രയാസങ്ങൾ കൂടെ പോകുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, കലഹങ്ങളിൽ കൂടെ, അനേക സമരങ്ങൾ കൂടെ, എന്തെല്ലാം യുദ്ധങ്ങൾ കൂടെ, ക്ഷാമങ്ങൾ കൂടെ ഹല്ലേലൂയ പോകുമ്പോഴെല്ലാം കർത്താവ് നമ്മളെയാണ് ആക്കിയിരിക്കുന്നത്. നമ്മളെയാണ് കർത്താവ് നോക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ അതോ കിടന്ന് നമ്മുടെ സമയം നമ്മുടെ കാര്യത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്? നമ്മൾ കർത്താവിന് അന്വേഷിക്കുമ്പോൾ കർത്താവ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഓർക്കുക. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വെറുതെ വാരി ഇട്ടേച്ച് പോകത്തില്ല. എല്ലാം എൻ്റെ കാര്യങ്ങൾ നോക്കി തന്നെയാണ് ഞാൻ പോകുന്നത്. എന്തെല്ലാം ചെയ്തു വെക്കാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട്, അല്ലെ ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം എനിക്ക് പറ്റത്തില്ല. അതുപോലെ ഞാൻ എല്ലാം ചെയ്തു വെച്ചിട്ട് വീട്ടിലെന്തെങ്കിലും ആരും കുറ്റം പറയാൻ ഇടയാക്കാതെ, അതിന് യാതൊരു പഴി എൻ്റെ മനസ്സിൽ എനിക്കത് പറ്റത്തില്ല
അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ദൈവത്തിൻ്റെ വേല എനിക്ക് ചെയ്യണം. അതിനുള്ളൊരു ഭാരം എൻ്റെ മേൽ കർത്താവ് തന്നിട്ടുണ്ട്. അത് ഈ സഭയിലേക്ക് അത് പകരുന്നു. കർത്താവേ, ഹല്ലേലൂയ. അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ദൂതന്മാരും ഇറങ്ങുന്നതും ഞാൻ കാണുന്നു, അഭിഷേകം ഇറങ്ങുന്നതും കാണുന്നു. അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിൻ്റെ ശക്തിയാൽ ആ അഭിഷേകം ഇറങ്ങും. എന്താണ് നമ്മളുടെ ആ അഭിഷേകമാണ് ആ മുഖത്തെ തകർക്കുന്നത്. മുന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അവിടുന്ന് തകർക്കുവാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ആ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് നമ്മൾ പോരാടുമ്പോൾ, പോരാടി ഞാൻ ഓട്ടം തികയ്ക്കാം എന്ന് പറഞ്ഞ് യാത്ര ചെയ്യും. ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും. ഞാൻ യേശുവിനായി, ഒരു നല്ല ഭടനായി, യുദ്ധസേവ ചെയ്യുന്നവരായി കർത്താവിന് വേണ്ടി ഹല്ലേലൂയ നിലനിൽക്കുവാൻ എനിക്ക് ഒരുപാട് ട്രയൽസ്, ഒരുപാട് പരീക്ഷണങ്ങൾ കൂടെ ഞാൻ പോയിട്ടുണ്ട്. ഒരുപാട് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ പരീക്ഷണങ്ങൾ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, അവരുടെ വിവാഹത്തിൽ, ഹല്ലേലൂയ എല്ലാ കാര്യത്തിലും എനിക്ക് വളരെ പരീക്ഷണങ്ങൾ കൂടെ അവിടുന്ന് നിങ്ങൾ നിൽക്കുമോ എന്ന് കർത്താവ് നമ്മളെ നോക്കുന്നു. ഞാനൊരു സഭയെ അന്വേഷിച്ച് പോയിട്ടില്ല. എൻ്റെ സഭയിൽ എന്ത് കേൾക്കുന്നോ ഞാനാണ് ആൻസർ. വി ആർ ദ ആൻസർ. എൻ്റെ രോഗം സൗഖ്യമായില്ലെങ്കിലോ, എൻ്റെ സാമ്പത്തികം അനുഭവമില്ലെങ്കിലോ, ഒരുപാട് ലോൺ പാസ്റ്ററിൻ്റെ മെസ്സേജിൽ കൂടെ പല സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോഴും ആ നോട്ടീസ് കയ്യിലുള്ളപ്പോഴും അന്യഭാഷ, ഞങ്ങൾ 3 പേരും കൂടെ, ഞാനും പിള്ളേരും, ഹസ്ബൻഡ് വെളിയിലാണ്. അപ്പോൾ അതുമെല്ലാം അവിടുന്ന് അന്യഭാഷ ഞങ്ങൾ 3 പേരും കരം കോർത്ത് പിടിച്ച് പല ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അതിന് പേരിൽ ഹസ്ബൻഡ് ഒരു ജോലി തുറന്നു, അവിടെ വാതിൽ തുറന്നു. ആഫ്രിക്കയിൽ ഒരു ജോലി തുറക്കുന്ന അങ്ങനെയാണ്. എല്ലാം എനിക്ക് അഭിമാനമായിട്ട് പറയാം. ഇന്ന് ഇവിടെ ഇന്ന് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന, സാമ്പത്തികത്തിൽ ബുദ്ധിമുട്ടുന്ന അവർക്ക് വേണ്ടിയാണ് ഇന്ന് കർത്താവ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. രോഗികൾ ഭാരപ്പെടുമ്പോൾ, രോഗികൾ ശാരീരികമായി ബുദ്ധിമുട്ടുമ്പോൾ അവർക്ക് വേണ്ടിയാണ് എന്നെ ഇന്ന് വിട്ടിരിക്കുന്നത്. എന്നെ കർത്താവിൻ്റെ നിയോഗത്താൽ ഇന്ന് ഇവിടെ സുവിശേഷം പറയുവാൻ, ഇന്ന് എൻ്റെ കർത്താവിൻ്റെ വചനം ആകുന്ന ഹല്ലേലൂയ വാളെടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ, ഞാൻ സഭയുടെ മുന്നിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ സഭ ഇനി ഈ ബുദ്ധിമുട്ടുകൾ നേരിടരുത്. ആ സഭ എന്ത് ചെയ്യണം, മുന്നോട്ട് എന്ത് പോകണം, ആ ദൈവത്തിൻ്റെ വചനം വായിച്ച് നമ്മൾ കരങ്ങളിലെടുക്കുക, നമ്മളുടെ ഹൃദയത്തിൽ ഉരുവിടുക, നമ്മളുടെ ഹൃദയത്തെ നിറയ്ക്കുക. വചനമാ ഹല്ലേലൂയ. ആ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ നമ്മുടെ വാ പ്രസ്താവിക്കുന്ന, ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ നിങ്ങളുടെ വാ പ്രസ്താവിക്കുന്നത്. ആ വായിൽ കൂടെ പുറത്തു വരുമ്പോൾ അതാണ് വാള്. ആ വാളെടുത്ത് ശത്രുവിനോട് പോരാടണം. നമ്മളുടെ ശാരീരികമായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് ശാരീരികമായിട്ട് എല്ലാ പ്രയാസങ്ങളിലും നമ്മളെ അവിടുന്ന് കർത്താവ് ധൈര്യത്തോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ നിൽക്കുവാൻ കർത്താവ് സഹായിക്കും. എൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ഹല്ലേലൂയ, അതുവെന്ന് ആമേനെന്നും അത്രേ. അതെ, തീർച്ചയായും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഏത് പ്രയാസമാണെങ്കിലും ഇന്ന് നിങ്ങൾ കരം വെക്കുക. ഞാനിന്നിവിടെ പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ ശക്തി, ആ ഹല്ലേലൂയ, സ്തോത്രം. അവിടുന്ന് ആ ശക്തി അവിടുന്ന് ഇപ്പോൾ തന്നെ അവിടുന്ന് വ്യാപരിച്ച് ഇപ്പോൾ തന്നെ അവിടുന്ന് സഭയായത് സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുമ്പോഴും അന്യഭാഷയിൽ പ്രാർത്ഥിച്ച്, ശാരീരികമായി ബുദ്ധിമുട്ടുമ്പോഴും അന്യഭാഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമുക്ക് ഉടനെ അവിടുന്ന് നാളെ നമുക്ക് ഉത്തരം കാണാൻ പറ്റത്തില്ല, പക്ഷെ അതിനുവേണ്ടി കാത്തിരിക്കുക, ധൈര്യത്തോടെ ആയിരിക്കുക. കഷ്ടങ്ങളിലും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്ന് ഓർക്കുക. ആ വചനം മുറുകെ പിടിക്കുക, ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. ഹല്ലേലൂയ. സഭയായി നമ്മൾ ഒരിക്കലും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി നിൽക്കുവാനല്ല, ഈ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് ആ പ്രാർത്ഥനാ വിഷയത്തെ എടുത്തു മാറ്റുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തന്നെ ഞാൻ പറയാം. ഒരിക്കലും നമ്മൾക്ക് ആ പാസ്റ്ററിനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഐസിയുവിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനേക്കാൾ ഹല്ലേലൂയ ഈ യേശുവിനെ പിൻപറ്റുന്നത്, ഞാൻ കർത്താവ് നമ്മളെ യേശുവിൻ്റെ മുന്നിൽ നിൽക്കുവാൻ അവിടുന്ന് ഇടയാക്കത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, പല പ്രയാസങ്ങൾ, പല അസുഖങ്ങളിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്, എൻ്റെ കുടുംബം പോയിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം കർത്താവ് ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനത്താൽ അവിടുന്ന് പരിപൂർണ്ണ സൗഖ്യം തന്ന് ആരോഗ്യത്തോടെ, ബലത്തോടെ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഞാൻ വേറെ ഒരു സാക്ഷ്യം പറയാം. മോളുടെ ടെസ്റ്റ് മണി അവരോട് കേട്ട്, നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. ആ ടെസ്റ്റ് മണിയിൽ വന്നത് തന്നെ
കർത്താവ് തലേ ദിവസം ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ അന്ന് രാത്രിയിൽ എന്നെ ഒരു താക്കോൽ കാണിച്ചു. ആ താക്കോൽ എനിക്ക് മനസ്സിലായി, ആ താക്കോൽ നിൻ്റെ കയ്യിൽ തരുന്നത് അത് തുറക്കാനാണ്. എന്താണ് നമുക്ക് തന്നിരിക്കുന്ന താക്കോൽ? ഹല്ലേലൂയ! ഒരു താക്കോൽ ഞാൻ നിൻ്റെ കയ്യിൽ തരുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ആ താക്കോൽ നമ്മൾ എന്തിനാണ്? ഹല്ലേലൂയ! അവിടുന്ന് തുറന്ന് നമ്മൾ കർത്താവ് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അവിടുന്ന് പ്രാപിക്കുവാൻ, ആരോഗ്യം പ്രാപിപ്പാൻ, ആ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവ്, ഹല്ലേലൂയ, അവിടുന്ന് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് അത് പ്രസാദിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വചനമാകുന്ന വാൾ നിങ്ങളെടുത്ത് ശത്രുവിനോട് പോരാടുന്നുവോ എന്ന് നിങ്ങൾ കർത്താവ് നോക്കുമ്പോൾ കർത്താവ്, ഹല്ലേലൂയ, ആ വചനം നമ്മൾ ഉപയോഗിക്കുക. വചനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിച്ചുകൊണ്ട് നമ്മളത് ഏറ്റുപറയുക. ആ ഏറ്റുപറച്ചിലുള്ള കർത്താവ് സഹതാപം കാണിക്കുന്നില്ല, പക്ഷേ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ എന്ത് വിഷയമാണോ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഹല്ലേലൂയ, അത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളത് പ്രാപിക്കുമ്പോൾ കർത്താവിന് തന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ മകൾ സൗഖ്യം പ്രാപിച്ചു എൻ്റെ കർത്താവിൻ്റെ വാക്കിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നപ്പാ. ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലായിരിക്കുമ്പോൾ എനിക്ക് 2 ആഴ്ചയോളം ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ മോളുടെ കൂടെ ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലായിരിക്കുമ്പോഴും അവിടെ റൂമിൽ വന്നേ ഓരോരുത്തരോടും ഞാൻ എൻ്റെ മോളുടെ അസുഖത്തെപ്പറ്റി എനിക്ക് എനിക്ക് വിഷമമുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും എവിടെ പോയാലും ഇപ്പോഴും നോക്കിയാൽ കാണാം എൻ്റെ ബാഗിനകത്ത് എപ്പോഴും ട്രാക്റ്റുകളുണ്ട്. ആ ട്രാക്റ്റ് ഞാൻ ആർക്ക് കൊടുക്കണം? എന്താ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം? അതനുസരിച്ച് ദൈവമോട് നമ്മുടെ കർത്താവ് നമ്മളോട് പ്രവർത്തിക്കും. കർത്താവിൻ്റെ ആഗ്രഹം നമ്മൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ഷോപ്പിങ്ങിനോ ബന്ധുക്കളുടെ വീട്ടിലോ പോകാൻ ഉള്ള ആഗ്രഹത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഈ കർത്താവിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, എന്നാണ് ഞാൻ ചെയ്യേണ്ടത്. കർത്താവ് ആഗ്രഹത്തെ കർത്താവ് നിവർത്തിക്കുന്ന ദൈവം. എല്ലാ വഴികളിലും യഹോവയെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ആ വഴികളിൽ നമ്മൾ കർത്താവിനെ നനയ്ക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നമ്മൾ ആ ഒരു സമയം കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളുടെ വഴികളെയും നേരെയാക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഓരോ റൂമിൽ വരുന്ന 2 ആഴ്ച ഞാൻ അവിടെ കടന്നപ്പോഴും റൂമിൽ വരുന്ന ഓരോരുത്തരോടും സുവിശേഷം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. ആ രോഗിയായി കിടക്കുന്ന മകളും ഡ്രിപ്പിലിട്ട് കിടക്കുമ്പോഴും അവൾക്ക് പറയാൻ പറ്റുന്നത് ഓരോ നേഴ്സസിനോടും എല്ലാം, അവിടെ വരുന്ന അവളെ കാണാൻ വരുന്നവരോടും എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴും അതാ ഞാൻ പറഞ്ഞേ, ആ പിള്ളേരിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, അത് തലമുറകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെയൊക്കെ ആ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് ആ കുഞ്ഞുങ്ങൾ കാണുന്നത്, അവർ പഠിക്കുന്നത്, അവർ ചെയ്യുന്നത്, അവർ മുന്നോട്ട് പോകുന്നത്. അതിന് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്കൊരു മാതൃകയായി തീരുക. സഭയായി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ കുഞ്ഞുങ്ങൾ സുവിശേഷം പറയുന്നവരായി, കുഞ്ഞുങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞാൻ ഫെലോഷിപ്പ് നടത്തുന്നവരായി, കർത്താവിനെക്കുറിച്ച് ഘോഷിക്കുന്നവരായി, കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഹല്ലേലൂയ, ദൂതന്മാർ ഇറങ്ങുന്നത് നിങ്ങൾ കാണും. ഹല്ലേലൂയ, യാത്രകളിൽ തൻ കാവലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആളും സഹായവും കരുതിയിട്ടുണ്ട്. ദൂതന്മാർ മുന്നമേ പോകുന്നു, കാര്യം നടത്തി തരുന്നു. RSV ബ്രദറിൻ്റെ ഒരു പാട്ടാണ് ഞാൻ എപ്പോഴും ഓർക്കും. നമ്മുടെ ഓരോ പാതകളിലും കർത്താവിനെ നനച്ചു പോകുമ്പോൾ, ഹല്ലേലൂയ, ആ കാര്യം നടത്തുവാൻ ദൂതന്മാരവിടെ ഇറങ്ങും. ഹല്ലേലൂയ. ഒരു കാര്യത്തിലും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ധൈര്യത്തോടെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ പോലും ഫാസ്റ്റ് പറഞ്ഞല്ലോ, വളരെ ഇത് എഴുതി ജയിച്ചു. ഞാൻ ഒരു മീറ്റിങ്ങിന്, എൻ്റെ സഭയുടെ ഇടയ്ക്കുള്ള മീറ്റിങ്ങിന് ഞാൻ പോവുക. ഒന്ന് വളരെ തിരക്ക് പിടിച്ച് പോകുമ്പോൾ മോൻ കരഞ്ഞുകൊണ്ട് ഫ്രണ്ടിൽ അവിടെ നിൽക്കുമ്പോൾ പറയാം, അമ്മ പോവുകയാണോ, എനിക്കിനി പഠിക്കാൻ വയ്യ, എനിക്ക് പരീക്ഷ നാളെ ഞാൻ എഴുതുന്നില്ല. അവിടെയെല്ലാം ധൈര്യം കൊടുക്കുവാൻ, ഹല്ലേലൂയ, അവിടുന്ന് എന്നെ സഹായിച്ചു. കർത്താവിൻ്റെ വാക്കിനാൽ ഹല്ലേലൂയ, കർത്താവിനെ സഹായിച്ചു. നമ്മൾ ഓരോരുത്തർ സഭയായി അങ്ങനെ ആയിരിക്കട്ടെ. കർത്താവിൻ്റെ വചനം അവരെ ഉറപ്പിക്കുക, കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്നവരായി തീരുക. അപ്പോൾ മാത്രമേ നമുക്ക് ആ ഉറപ്പ് നമുക്ക് പ്രാപിക്കാനും ആ കുഞ്ഞുങ്ങളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റുകയുള്ളൂ. ആ കുഞ്ഞുങ്ങൾ അങ്ങനെയായി തീരാൻ, കംപ്ലീറ്റ് ചെയ്യുവാനും നല്ല മാർക്കോട് പാസ്സാകാനും മോളും മോനും
എല്ലാവരെയും ഉറപ്പിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. അവരുടെ വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യത്തിലും അവിടുന്ന് അവരുടെ വിവാഹത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, അവിശ്വാസികളോട് ഇണയില്ല പിണ കൂടരുത്. കർത്താവിൻ്റെ വാഗ്ദത്തം പോലെ തന്നെ അവിടെ നമ്മളായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ മക്കൾ കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നു. എൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. എന്നെ തിരഞ്ഞെടുത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അത് കർത്താവിനെ തിരഞ്ഞെടുത്തവരാ. കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു. കർത്താവിനെ തിരഞ്ഞെടുത്തവരല്ല എങ്കിലും കർത്താവിനെ നമ്മൾ തിരഞ്ഞെടുത്ത് നമ്മൾ മുന്നോട്ട് പോകാത്തവർ എത്ര പേരുണ്ട്? കർത്താവിൻ്റെ ആ ഒരു പാതയിലേക്ക് പോകാത്ത മറ്റുള്ള സഭകളിലേക്ക് ഓടി, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യ സഭയിൽ ഞാൻ സഭയിൽ നിന്ന് വന്നത് യാക്കോബയിലോട്ട് ഞാൻ പുറകോട്ട് പോയി, എനിക്കിനി പോകാൻ വയ്യ എന്ന് പറയുന്ന എത്ര പേര് ഇന്ന് സഭയിൽ ആരാധന കൂടാതെ ഭവനത്തിൽ ഇരിപ്പുണ്ട്? പക്ഷെ അവിടെയെല്ലാം ഈ കർത്താവിനെ പിൻപറ്റിയാൽ നിങ്ങൾ സഭയായി ഞാൻ ഓരോരുത്തരോടും പറയുക, നമ്മൾ ഓരോരുത്തരും ആ യേശുവിനെ പിൻപറ്റുന്നവരായി, യേശുവിൻ്റെ വചനം വായിക്കുന്നവരായി, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സ്ഥിരതയോടെ ആയിരിക്കുവാൻ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ. ഹാലലുയ, നീതിമാൻ്റെ ശ്രദ്ധയേറിയ പ്രാർത്ഥന വളരെ ഫലിക്കും എന്ന് ഹാലലുയ. ദൈവത്തിൻ്റെ ഓരോ വാക്കുകളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കും. ആ ദൈവത്തിൻ്റെ ആ കൃപ രാവിലെ തോറും എൻ്റെ കർത്താവിൻ്റെ പുതിയ ദയക്കായി നമ്മളിന്ന് കടന്നു വരുമ്പോഴും നമ്മൾ ഓരോ സമയം വീണ്ടും കർത്താവേ നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ വരണമേ എന്ന് പറയുമ്പോൾ കർത്താവ് ആ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. ഞാൻ ദേവദാസൻ പാടുന്ന കേട്ടിട്ടുണ്ട്, ഐ ആം ദ സിക്കിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൻ്റെ സിക്കിൾ, ദൈവത്തിൻ്റെ ഒരു അരിവാളാണ് നമ്മൾ. ഐ ആം ദ സിക്കിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്, marching ahead for the great harvest. ആ ലോകത്തിൻ്റെ ആ വലിയൊരു കൊയ്ത്തിലേക്ക് ലോകത്തിൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇറങ്ങുവാൻ. ഹല്ലേലൂയ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ആ രോഗത്തിലായിരിക്കുന്നവർ, സ്തോത്രം, അവിടുന്ന് കുടുംബത്തിൽ കലഹം അനുഭവിച്ചവർ, എല്ലാവരും ഒരു സമാധാനം അനുഭവിക്കുവാൻ ഇന്ന് സഭയായി ഹല്ലേലൂയ ഓരോരുത്തരെയും അവിടുന്ന് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കിനാൽ അവർ ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചു തന്നെ പോകണം ഇന്ന്. ഹല്ലേലൂയ. ഐ ആം ദ സിക്കിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ്. കർത്താവ് പറയുന്നു, യജമാന്മാരോട് വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. യജമാനോട് നിങ്ങൾ കൊയ്ത്തിനായി അപേക്ഷിക്കുക. യജമാനോട് കൊയ്ത്തിനായി നിങ്ങൾ അപേക്ഷിക്കുക. ആ നിലങ്ങൾ വെളുത്തിരിക്കുന്നു. നിലങ്ങൾ എന്തിനാണ്? നിലങ്ങൾ പഴുത്ത്, ആ നിലങ്ങൾ പഴുത്തിരിക്കുന്നു പറഞ്ഞാൽ ആ നിലങ്ങൾ ഇറ്റ് ഈസ് റൈപ്പ് ഫോർ ദ ഹാർവസ്റ്റ്. അത് നമ്മൾ നിലങ്ങൾ പഴുത്തിരിക്കുന്നു, അത് കൊയ്യാൻ പറ്റിയ പഴുത്തിരിക്കുക, അത് പാകമായിരിക്കുകയാണ്. എന്താണ് പാകമായിരിക്കുക? അത്രമാത്രം ലോകത്തെ ദുഷ്ടതകളും ദുർമാർഗങ്ങളും ഹല്ലേലൂയ കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലോകം പോകുമ്പോൾ ഹല്ലേലൂയ നമ്മൾ സഭയെ ഹല്ലേലൂയ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പാ, അവിടുന്ന് ദൈവമക്കളാകുന്ന നമ്മളാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ ഓർക്കുക, അത്രമാത്രം ഒരു ഭാരത്തോടു കൂടി കർത്താവിന് വേണ്ടി ഇറങ്ങുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം സഭയ്ക്ക് ഒരു അനുഗ്രഹമായിട്ട് ധൈര്യമായി മുന്നോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കട്ടെ. ഈ ലോകത്തിൻ്റെ ആ വിളഞ്ഞു കിടക്കുന്ന നിലത്തിലേക്ക് ആ സമാധാനമില്ല നരയത്തിലേക്ക് നമ്മളാണ് അതിൻ്റെ ഉത്തരവുമായി നമ്മളവരെ സുവിശേഷം പറഞ്ഞ് ആ യേശുവിനെ കുറിച്ച് എൻ്റെ ആ സത്യത്തിലേക്ക് തിരിക്കുവാൻ, ആ ബന്ധനത്തിൽ കിടക്കുന്നവരെ അവിടുന്ന് ഹല്ലേലൂയ വിടുവിക്കുവാൻ. യെശയ്യാ 61:1 പറയുന്നു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയുടെ ആ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാണെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. നമ്മൾ കർത്താവിൻ്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ, നമ്മൾ ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, തടവറയിൽ കിടക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം പോലെ ദൈവം അവിടുന്ന് ജയിലിൽ പോകുവാൻ, സുവിശേഷം അറിയിക്കുവാൻ അനേകര നമ്മളെ ലോകപ്രസിദ്ധമായി പിന്നെ ഓർക്കുന്നില്ല. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പോയത്. വളരെ മനോരമയിലൊക്കെ വന്ന ഒരു ന്യൂസിൽ അവിടെ ആയിരിക്കുന്നതെല്ലാം വനിതാ സെല്ലിലായി പോയത്. വനിതാ സെല്ലിൽ അവിടെ ഇട്ടിരിക്കുന്ന
ജയിലിലായിരിക്കുന്നവരോടൊക്കെ സുവിശേഷം അറിയിപ്പാൻ, അവർക്ക് ട്രാക്റ്റ് കൊടുക്കുവാൻ, അവരോട് ശുശ്രൂഷിക്കുവാൻ എല്ലാം എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു. അതിനുവേണ്ടി ദൈവം അത് കണക്ട് ചെയ്തു. അതിനായിട്ട് ദൈവം നമ്മൾക്ക് കൊണ്ടിരുന്ന ഓരോ ആൾക്കാരും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അറിയുക, നമ്മളെ കർത്താവ് നമ്മൾ അവരുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവെ അവിടെ നിന്ന് നിവർത്തിക്കുവാൻ കർത്താവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതിൽ കൂടെ എല്ലാം കർത്താവ് അവരോട് യേശുവിനെ കുറിച്ച് പറയുവാൻ, അവിടുന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ അനേകരെ അതിൽ കൂടെ ഇടയാക്കിയിട്ടുണ്ട്. ദൈവത്തിനെല്ലാം ഞാൻ നിന്നും നന്ദി പറയുന്നു. ഓരോ ദിവസവും നന്ദിയുള്ളവരായി ഹല്ലേലൂയ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ സർവാന്തരംഗമേ യഹോവയെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മൾ ആ വിളഞ്ഞു കിടക്കുന്ന വയലിലേക്ക് നമ്മൾ ഇറങ്ങാനാണ് പറയുന്നത്. ആ പഴുത്ത് കിടക്കുന്ന നിലങ്ങളിലേക്ക്, ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ക്ഷാമം അനുഭവിക്കുന്നവർ, ദാരിദ്ര്യം അനുഭവിക്കുന്നത്, കഷ്ടം അനുഭവിക്കുന്നവർ, രോഗികൾ, അവരുടെ ഇടയിലേക്ക് നമ്മൾ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് യേശുവാണ് അതിൻ്റെ ആൻസർ, യേശുവാണ് നിങ്ങൾക്ക് ഉത്തരം. ഹല്ലേലൂയ. അത് കർത്താവിൻ്റെ ആ സത്യം അവരെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കട്ടെ. ബന്ധനത്തിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. വി ആർ കോൺകറിങ് ടു കോൺകർ. നമ്മളതിനെ പിടിച്ചെടുക്കുക. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷം അറിയിച്ചിട്ട് ആ ദേശത്തിനെ നമ്മൾ പിടിച്ചെടുക്കുക. നമ്മളായിരിക്കുന്ന ദേശത്ത്. ഹല്ലേലൂയ. സ്തോത്രം. നേഷൻസ് ആർ വെയിറ്റിംഗ്. ദേശം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. കർത്താവ് നമ്മളെ നോക്കുന്നു. നമ്മൾ ആ സുവിശേഷം അറിയിക്കുന്നവരാണോ? കർത്താവിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മളുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. നമ്മൾ ഒരിക്കലും അതിനുവേണ്ടി ഭാരത്തോടെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട. അതാണ് വചനം പറയുന്നത്, ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആ ഭാരം യഹോവയുടെ മേൽ ഇറക്കി വെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി എത്ര പേരിന്ന് സഭയായി ഓടും. ഹല്ലേലൂയ. അതിനുവേണ്ടി സമയം ചേർക്കും. കർത്താവിൻ്റെ ആ തന്നിരിക്കുന്ന സമയം നമുക്ക് ഇന്നലെ ഞാൻ പറയാം, ദശാംശം നമ്മൾ പൈസ കൊടുക്കുന്നത് മാത്രമല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആ സുവിശേഷം പറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുവാൻ എല്ലാം 24 മണിക്കൂറുണ്ടെങ്കിൽ 2.4 2.5 മണിക്കൂർ കർത്താവിനാണ്. ഓർക്കുക, നമ്മുടെ സമയം വെറുതെ കളയാനുള്ളതല്ല. ഞാൻ പറഞ്ഞേ, നമ്മൾ എത്രമാത്രം സമയം കൊണ്ട് നമ്മൾ അടുത്ത് പോയി വർത്താനം മറ്റുള്ളവരോട് പറയാനോ, നമ്മുടെ സുവിശേഷം കർത്താവിന് വേണ്ടി പറയുക. നമ്മൾ അടുത്ത വീട്ടിൽ പോയി നമ്മളുടെ സമയം വെറുതെ കളയാൻ അല്ല ദൈവമക്കൾക്ക് വേണ്ടി. നേഷൻസ് ആർ വെയിറ്റിംഗ്. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മളുടെ ബന്ധുക്കൾ, നമ്മൾ എത്ര പേര് ലജ്ജിച്ചിട്ടുണ്ട് എൻ്റെ കർത്താവിനെ വെച്ച് പറയുമ്പോൾ, ഈ വേദപുസ്തകമായി ഇറങ്ങുമ്പോൾ, ഈ കറുത്ത ബൈബിൾ പിടിക്കുമ്പോൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും പേരും ആ ലജ്ജ മാറട്ടെ. ആ ഒരു നമ്മൾ ആ ലജ്ജ കർത്താവിൻ്റെ മേൽ വീണു, ആ നിന്ന എൻ്റെ മേൽ വീണു എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ. അത് വാക്കിനെ മുറുകെ പിടിക്കുക. കർത്താവിൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽ നമ്മൾ ഓടുമ്പോൾ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കാര്യം നടത്തി തരും. അതുകൊണ്ട് നമ്മുടെ അസുഖത്തിൻ്റെ മേലോ, എനിക്ക് അസുഖമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ദാരിദ്ര്യമുണ്ട്, എൻ്റെ അസുഖം മാറിയിട്ട് വേണമല്ലോ അല്ലെങ്കിൽ ഞാൻ വേറൊരാളോട് പറയാൻ, അല്ലെ എൻ്റെ ദാരിദ്ര്യം മാറിയിട്ട് വേണമല്ലോ ഞാൻ വേറൊരാളോട് പറയാൻ. മറ്റുള്ളവർ കണ്ടാൽ എന്തു പറയും? കർത്താവാണ് നമ്മളുടെ കാര്യം നടത്തുന്നത്. ഒരു പൈസ ഞാൻ പറയാമല്ലോ, ഞാൻ ബസ്സിൽ പോകുമ്പോൾ എനിക്കറിയാം 5 പൈസ 10 പൈസ പോലും കുറവാൽ അവരെടുക്കത്തില്ല അല്ലേ. കർത്താവ് ധാരാളമായി, ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ ആദ്യം സഭയിൽ പോകുമ്പോൾ വളരെ പ്രയാസപ്പെട്ട് പോയിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേരെ കൊണ്ട് പോകുമ്പോൾ ഞാൻ ബസ്സിൽ ഇറങ്ങി എന്നിട്ട് ഞാൻ ദശാംശം കൊടുക്കണം, എൻ്റെ സ്തോത്രകാഴ്ച കൊടുക്കണം. സ്തോത്രകാഴ്ച ആദ്യമേ മാറ്റും. എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ സ്തോത്രകാഴ്ച മാറ്റി അല്ലെങ്കിൽ ദശാംശം മാറ്റിയിട്ട് മാത്രമേ എനിക്ക് എൻ്റെ ചിലവുള്ളൂ. പക്ഷെ അതിന് ഇരട്ടിയായി ദൈവം ഞാൻ ഉടുക്കുന്ന വസ്ത്രമാണെങ്കിലും, എൻ്റെ ഭവനത്തിലുള്ള പാത്രമാണെങ്കിലും, എൻ്റെ ഭവനത്തിലുള്ള ഷീറ്റുകളാണെങ്കിലും ഒന്നും ഞാൻ വാങ്ങിച്ചതല്ലാന്ന് ഞാൻ വളരെ ധൈര്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം. എല്ലാ കാര്യങ്ങളും കർത്താവ് തന്നെ നോക്കുകയാണ്. ഒന്നിനും എൻ്റെ കർത്താവിന് വേണ്ടി ഓടുമ്പോൾ നമ്മൾ ഒരിക്കലും കടക്കാരല്ല എന്ന് ഓർക്കുക. കർത്താവ് കടക്കാരനല്ല. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഓടുന്നവരെ കർത്താവ് ലജ്ജിപ്പിക്കുകയില്ല. ഹല്ലേലൂയ. പാസ്റ്റർ പറയണല്ലോ, ഞാൻ ഇടുന്ന ഷർട്ടുകൾ, ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഷർട്ടുകൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഡ്രസ്സുകൾ, എൻ്റെ ഡ്രസ്സുകൾ, എൻ്റെ ഭവനത്തിലുള്ള കാര്യങ്ങൾ, എൻ്റെ പാത്രങ്ങൾ, എൻ്റെ ഷീറ്റുകൾ എല്ലാം ഞാൻ ഒന്നും വാങ്ങിച്ചല്ലാന്ന് തന്നെ എനിക്ക് വളരെ ധൈര്യമായിട്ട് പറയാം. അതെല്ലാം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി, കർത്താവ് എനിക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മാർച്ചിങ് അഹെഡ് ഫോർ ദ ഗ്രേറ്റ് ഹാർവസ്റ്റ്. നമ്മൾ അതിനുവേണ്ടി മുന്നോട്ട് നമ്മൾ മാർച്ച് ചെയ്യുക. നമ്മൾ വളരെ തിടുക്കത്തോടു കൂടി നമ്മൾ പോകുന്നവരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
Hallelujah. We are conquering to conquer. Waiting. Nations are waiting. ദേശം നമ്മൾക്ക് വേണ്ടി നമ്മളെ നോക്കുക. കർത്താവ് നമ്മളെ നോക്കുക. നമ്മൾ ഇറങ്ങുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന സുവിശേഷമായി നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ടോ? ഉൾഗ്രാമങ്ങൾ, ഉൾപ്രദേശങ്ങൾ, കർത്താവിനെ അറിഞ്ഞിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പോകുവാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് അടിയനിതാ എന്ന് നിങ്ങൾ സമർപ്പിക്കുവാൻ, ഇന്ന് സഭയായി സമർപ്പിക്കുവാൻ കർത്താവ് അവിടുന്ന് നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ അതിനുവേണ്ടി സമർപ്പിക്കുമെങ്കിൽ ഇന്ന് കർത്താവ് നമ്മളുടെ കാര്യങ്ങളെല്ലാം, ഹല്ലേലൂയ, നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടാതെ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് തന്നെ ആ സമാധാനത്തിൻ്റെ ശിക്ഷ കർത്താവിൻ്റെ മേലായി എന്നോർക്കുക. ആ കർത്താവാണ്. നമ്മൾ ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഒന്നുകൊണ്ടും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കർത്താവിൻ്റെ ഭാരമാണ് നമ്മൾ ആ മറ്റുള്ളവരോട് സുവിശേഷം അറിയിപ്പാൻ, മറ്റുള്ളവരെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് പറയുവാൻ. ഞാനാകുന്നു വാതിൽ, ഞാൻ വാതിലാകുന്നു. കർത്താവിൽ കൂടെ അല്ലാതെ ആർക്കും അവിടുന്ന്, ഹല്ലേലൂയ, സ്തോത്രം, അവിടുന്ന് ഒന്നും അവിടുന്ന് ലഭിപ്പാൻ പാടില്ല. കർത്താവിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക. ഇന്ന് രാവിലെ നമ്മൾ കേട്ട വചനവും, യഹോവയിൽ ആശ്രയിക്കുക, യഹോവ തന്നെ ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക സമയത്ത് ഫലം കായ്ക്കും. അവർ ഇലവാടാത്തതും ആ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കുവാൻ, അത് നിഷ്ഫലമായി പോകുവാനല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അവിടുന്ന് ആ നീറുറവയാൽ നിർജ്ജന പ്രദേശത്തും ആ നീറുറവയെ തുറക്കുന്ന ദൈവം, മരുഭൂമിയിൽ നദികളെ ഒഴുക്കുന്ന ദൈവമാണ് നമ്മളുടെ മുന്നിലുള്ളത് എന്ന് നമ്മൾ ഓരോ കർത്താവിൻ്റെ ഓരോ വാഗ്ദത്തങ്ങളും ഓർമ്മിപ്പിച്ച് ഉണർത്തുമെന്നെ. ഹല്ലേലൂയ. ആ വചനം എൻ്റെ ഹൃദയത്തെ തണുപ്പിക്കുന്നു. നമുക്കതുകൊണ്ട് ഒരിക്കലും അവിടുന്ന് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ആ വചനം മുറുകെ പിടിക്കുക, ദൈവവചനം നമ്മൾ വായിക്കുക, മുന്നോട്ട് പോവുക, അതിൻ്റെ മേൽ നമ്മൾ ധൈര്യം കാണിക്കുക. നമ്മൾ മറ്റുള്ളവരോട്, ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ഓരോരുത്തരോട് സുവിശേഷം പറയാൻ, അയൽക്കാരോടെല്ലാം ഞാൻ ട്രാക്റ്റ് എടുത്ത് അവരോട് പറയുവാനെല്ലാം, ഞാൻ ഭവനത്തിൽ എൻ്റെ ദേശത്താണെങ്കിലും ഇനി ഏതെങ്കിലും ഒരു ഭവനം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഞാനും അമിതയും കൂടെ, ഞാൻ അമിത വരുന്നതിന് മുമ്പാണെങ്കിലും അല്ലാത്തവരിലും എൻ്റെ ബസ്സിലായിരുന്നാലും ഓരോരുത്തരും എൻ്റെ ദേശക്കാരവരറിയണം. നമുക്ക് ലജ്ജയുണ്ടോ ഞാൻ യേശുവിനെ അറിയുന്നെന്നുള്ളത്? ഈ ബൈബിൾ പിടിച്ച് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞുകൊണ്ട് കർത്താവിനെ ആരാധിക്കാൻ പോകുന്നത്, നമ്മളുടെ സമയം നമ്മൾ ആരാധനയ്ക്കും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി നമ്മൾ ചെലവഴിക്കുമ്പോൾ കർത്താവ്, ഹല്ലേലൂയ, ഇന്നലെ പാസ്റ്റർ പറഞ്ഞാണ്, നമ്മളുടെ പൊസിഷൻ കർത്താവ് നോക്കുക. നമ്മളുടെ പൊസിഷൻ ഇൻ ക്രൈസ്റ്റ് ഡിറ്റർമിൻസ് ദ പൊസിഷൻ ഓഫ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റിന് വേണ്ടിയുള്ള പൊസഷൻസ്, ആ പൊസഷൻസ്, വസ്തുവകകൾ നമുക്ക് കർത്താവ് നമ്മളുടെ പൊസിഷൻ എന്താണ്? നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മൾ അയൽക്കാരുടെ വീട്ടിലാണോ? ബന്ധുക്കളുടെ വീട്ടിലാണോ? നമ്മളുടെ ഷോപ്പിങ്ങിൻ്റെ മേലാണോ? നമ്മൾ മറ്റുള്ളവരോട് മറ്റുള്ള കാര്യങ്ങൾ പറയുവാൻ ഓടുകയാണോ? നമ്മുടെ വെമ്പൽ കർത്താവ് നോക്കും. നമ്മളുടെ സമയം, ഈ 2.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവ് നോക്കുക. നമ്മളുടെ അതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ വിതച്ചത് ഒന്നും പാഴായി പോകത്തില്ല ദൈവമക്കളെ. സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വാഗ്ദത്തം, ആ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നത് അത് അദ്രവത്വത്തിൽ ഉയർക്കുക തന്നെ ചെയ്യും. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നത് അത് തേജസ്സിൽ ഉയർക്കും. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നത് അത് ശക്തിയിൽ ഉയർക്കും. ഹല്ലേലൂയ. ഒരിക്കലും അത് പാഴായി പോകുന്നില്ല. നിങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി എന്തെല്ലാം വിതച്ചിട്ടുണ്ടോ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ, ഹല്ലേലൂയ, ഈ പാസ്റ്റർ പറഞ്ഞ ഓരോ സുവിശേഷ വേലയും പല കാര്യങ്ങളും ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. ആ വിതച്ചത് നിങ്ങൾ ഒരിക്കലും, ഞാൻ പോകുന്ന സഭയിൽ മാത്രമല്ല, ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം നിങ്ങൾ ആലയത്തിലേക്ക് കൊണ്ടുവരിക. ദൈവത്തിൻ്റെ വചനം ആലയത്തിൽ ആഹാരം ഉണ്ടാകണം. ആലയം ദാരിദ്ര്യം പിടിച്ചും മറ്റുള്ളവരോട് കടം വാങ്ങിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് തന്നെ പല ദൈവമക്കളും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ സഭയിൽ പല ഗസ്റ്റ് സ്പീക്കേഴ്സിനെ വിളിക്കുന്നത് പൈസ കടം വാങ്ങിച്ച് ആ പൈസ കടം കൊടുത്ത് തീർക്കാനുണ്ട്. നമ്മുടെ ആലയം, നമ്മുടെ സഭ ദാരിദ്ര്യം അനുഭവിക്കാനാണോ ഇന്ന് നമ്മളെ ഇവിടെ വിളിച്ചിരിക്കുന്നത്, ഈ സഭയിലാക്കിയിരിക്കുന്നത്? ഞാൻ ഒരിക്കലും എൻ്റെ ഞാനിവിടെ ഈ പാസിനെ ഉയർത്താനോ ഒരു സഭ ഉയർത്താനോ അല്ല. കർത്താവിൻ്റെ വചനം എന്തു പറയുന്നോ നമ്മളതനുശാസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ വിതച്ച വിത്തുകളൊന്നും ഒരിക്കലും നഷ്ടമായി പോകത്തില്ല. കർത്താവിൻ്റെ വാഗ്ദത്തം എല്ലാം അത് തീർച്ചയായും അത് നിവർത്തിക്കുക തന്നെ ചെയ്യും.
ഏത് കാര്യത്തിലാണെങ്കിലും സുവിശേഷത്തിൻ്റെ ആ വേലയിൽ മാത്രമല്ല, സുവിശേഷത്തിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ ഓടുമ്പോൾ എൻ്റെ വീട്ടിലൊരു ഹാങ്ങിങ് ഒരു ഇതുണ്ട്, ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ആൻഡ് റെസ്റ്റ് ആർ ദ ഡീറ്റെയിൽസ്. ക്രൈസ്റ്റാണ് ഹെഡ്. എന്താണ് ക്രൈസ്റ്റ്? ആ അനോയിൻറ്റഡ്, ആ ഒരു അഭിഷേകത്തിൻ്റെ ആ ഒരു ശക്തിയാൽ കർത്താവ് നമ്മളെ വിളിച്ചത് എന്തിനാണ്? ഈ ലോകത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്ത നമ്മൾ ഒരിക്കലും ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും നീ ക്ഷമിച്ചു, എങ്കിലും കനിഞ്ഞു നീ. നമ്മൾക്ക് യാതൊരു യോഗ്യതയുമില്ല, നമ്മളുടെ പാരമ്പര്യമല്ല അല്ലേ, നമ്മുടെ കുടുംബ മഹിമയല്ല, നമ്മളുടെ കുടുംബക്ഷേത്രമല്ല, കുടുംബ പള്ളിയല്ല, ആരും എൻ്റെ പിതാക്കന്മാരുടെ അവരുടെ യോഗ്യതയല്ല ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ യോഗ്യതയാൽ കർത്താവിനെ തിരഞ്ഞെടുത്തു. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ കർത്താവിൻ്റെ വാഗ്ദത്ത പ്രകാരം ഞാനായിരിക്കുമ്പോൾ ഒരു സഭ മാറിപ്പോകാനോ അല്ലെങ്കിൽ വേറെ ഹല്ലേലൂയ എൻ്റെ പാരമ്പര്യ പള്ളിയിലേക്ക്, യാക്കോബ പള്ളിയിലേക്ക് ഞാൻ മടങ്ങിപ്പോകാനോ ദൈവം എന്നിടയാക്കില്ല. കർത്താവിൻ്റെ വചനത്താൽ ഹല്ലേലൂയ നിറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ വചനം നമ്മളെ പോരാടുവാൻ ഹല്ലേലൂയ ശത്രുക്കൾ പോരാടിയാലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ, വിവാഹമാണോ വിദ്യാഭ്യാസമാണോ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്, ഇന്നേത് പ്രശ്നമായാലും ആ വചനത്തെ മുറുകെ പിടിച്ചാൽ നമുക്കൊരിക്കലും അവിടുന്ന് ലജ്ജിക്കാൻ ഇടയാക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ ഒരു കൊച്ചിനെ കണ്ടുള്ളൂ, എൻ്റെ മോളും ഒരു മകനെ കണ്ടുള്ളൂ. അവർക്കെല്ലാം ദൈവം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അവരെല്ലാം പ്രാർത്ഥിച്ചു, അവർ തന്നെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ സഭയിൽ. അതിനായിട്ട് എഴുന്നേൽക്കട്ടെ. അവരുടെ സ്വന്തം കാര്യങ്ങൾ, അവരുടെ സാമ്പത്തികമായ ആവശ്യങ്ങൾ എല്ലാം കർത്താവ് നിവർത്തിക്കും. വളരെ പ്രയാസപ്പെട്ടും ഭാരപ്പെട്ടും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യത്തിലും വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടും വേറെ 1-2 കോഴ്സിനും എല്ലാം ഞാൻ പോയി. ആ സർട്ടിഫിക്കറ്റും പിടിച്ചുകൊണ്ട് ഞാൻ വളരെ അഭിമാനത്തോടെ ഞാൻ പറയാം, ആ സർട്ടിഫിക്കറ്റും പിടിച്ചുകൊണ്ട് ഞാൻ പല സ്ഥാപനങ്ങളിലും ഞാൻ കയറി ഇറങ്ങി എനിക്കൊരു ജോലിക്ക് വേണ്ടി. പക്ഷെ അവിടെ ഒരിക്കലും ആ ജോലി എനിക്ക് കിട്ടിയില്ല. ഞാൻ ബി എഡിന് പോയി. അപ്പം ഞാൻ MCOM പഠിച്ചുകൊണ്ട് MCOM കഴിഞ്ഞിട്ട് BEd ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവിടെ കുറച്ച് നാൾ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ബ്രദറിലോ പറഞ്ഞു, ഞാൻ ആ കോഴ്സ് ചെയ്യുക, ഞാൻ ജോലി വാങ്ങിച്ചു തരാം. പക്ഷെ അവിടെ എല്ലാം ഒരു മനുഷ്യൻ്റെ വാക്കല്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ എൻ്റെ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. കർത്താവിൽ നമ്മൾ പ്രഭുക്കന്മാരിലോ ഒരു മനുഷ്യരിലോ ആശ്രയിക്കാനല്ല, ആശ്രയം കർത്താവിൽ. അതാണ് ഞാൻ പറഞ്ഞത്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ജോലി, പാസ്റ്റർ എന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ജപ്തിയുടെ വക്കീലായിരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ കർത്താവിനെ അറിയുവാൻ, രക്ഷിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ മകളെന്നുള്ള അഭിമാനത്തോടെ മുന്നോട്ട് പോകുവാൻ ആയിരുന്ന സമയത്താണ് ഈ ജപ്തിയുടെ നോട്ടീസ് വരുന്നതും എല്ലാം. അതിനുശേഷം ഞാൻ പറയാമല്ലോ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു അനുഭവത്തോടു കൂടി അല്ല. എനിക്ക് ആദ്യം വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ സുവിശേഷം ഏറ്റെടുത്ത് അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ജപ്തിയുടെ ഇത് വന്നതെല്ലാം അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് അപ്പോൾ നമുക്ക് അന്യഭാഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഹസ്ബൻഡിന് വേണ്ടി ജോലി തുറന്നതും എല്ലാം ആ കറക്റ്റ് സമയത്ത് അതിന് പൈസ കൊടുക്കുവാനും എല്ലാം കർത്താവ് സഹായിച്ചതും എത്രയോ വർഷത്തിന് മുമ്പേ അവിടുന്ന് ഒരു ഫ്രണ്ട് പറഞ്ഞത്, ആ തക്ക സമയത്ത് കർത്താവ് ഒരിക്കലും അവിടുന്ന് നമുക്ക് ആ തക്ക സമയത്ത് ചെയ്യുന്ന ആ 1 മിനിറ്റേ ഉള്ളോ, ആ 1 മിനിറ്റിലും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നറിയുക. ആ ജോലി തുറക്കാനാണെങ്കിലും എല്ലാം എന്താണ് തക്ക സമയത്ത് ദൈവം മുന്നമേ കണ്ടു. നിങ്ങൾക്കൊരു ജപ്തി വരും, നിങ്ങൾക്ക് ആ ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് സമയം, നിങ്ങൾക്ക് ആ ബാങ്കുകാർ നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നെല്ലാം കർത്താവിന് മുന്നമേ കണ്ടുകൊണ്ട് ദൈവം അവിടെ ജോലി തുറന്നു. ആ കറക്റ്റ് സമയത്ത് ബാങ്കുകാരോട് ചെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ ശമ്പളം കിട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ പൈസ കൊടുക്കുവാനും ഇടയ്ക്ക് തന്നെ ജോലി പോകുവാനെല്ലാം ആ ലീവ് കൊടുക്കത്തില്ല എന്ന് ആ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞപ്പോഴും എല്ലാം ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു.
ഇന്ന് അന്യഭാഷ കിട്ടാത്തവർ ഇന്നലെ സ്കൂൾ ഓഫ് ദ പ്രോഫറ്റ്സ് ജയശ്രീ സിസ്റ്ററിൻ്റെ എല്ലാവർക്കും അതൊരു ഒരു അനുഭവമായി തീരട്ടെ. അതിനുവേണ്ടി ഇന്ന് കിട്ടാത്തവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവിടുന്ന് അവരെ ഓരോരുത്തരെയും ദൈവം നിറച്ച് ആ പുതിയൊരു അനുഭവത്തിലേക്ക് ഇന്ന് സ്കൂൾ ഓഫ് ദ പ്രോഫറ്റ്സ് അറ്റൻഡ് ചെയ്യുന്നവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുന്ന ഓരോരുത്തരെയും ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുവാൻ തക്കവണ്ണം എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകട്ടെ, നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, കുഞ്ഞുങ്ങളെ ഉറപ്പിക്കട്ടെ, കുഞ്ഞുങ്ങൾക്ക് മാതൃകയായി തീരാൻ നിങ്ങളെ ഓരോരുത്തരെയും സഭയായി ഇടയാക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ.